സ്ഥലത്തേക്ക് വരുന്നത്. പണ്ട് സ്കൂളിലേക്ക് വരുന്ന പോലെയല്ല, രാവിലെ ഇവിടേക്കാണെന്ന് തന്നെ എണീറ്റ് വരുമ്പോൾ എണീക്കും. വേറെ എവിടേക്കാണ് എണീക്കില്ല, ഇവിടേക്കാണെങ്കിൽ എണീക്കുമോ നല്ല ബുക്ക് കിട്ടാനോ പോണോ ബുക്ക് കൊടുക്കാനോ പോണോ എന്നൊക്കെ ഓർക്കുമ്പോൾ വരും. ക്ലാസ് അങ്ങനെയൊക്കെ വന്ന് വരും. പക്ഷെ ആ ഫോട്ടോ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, അതൊക്കെ നമ്മൾ ഈ ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് നമുക്കറിയാം ഈ ഫോട്ടോയിൽ ഗ്രെയിൻസ് കയറിയിട്ടുണ്ട്. പക്ഷെ പുറത്തുനിന്ന് ആൾ കാണുമ്പോൾ ഓ വാ നല്ല ഫോട്ടോ അങ്ങനെയാ. ഫസ്റ്റ് ദിവസം വന്നു, സംസാരിച്ചു, സാറുമാരൊക്കെ പരിചയപ്പെട്ടു. അപ്പോഴും ഞാൻ ഇവരൊക്കെ കാണുന്നുണ്ടോ, ഞാൻ ചെയ്തവരോടൊക്കെ ഇവരോടൊക്കെ ഇങ്ങനെ മിണ്ട ആരും അതിലിരിക്കുന്നേ, ആരും ഒന്ന് മുഖത്തൊന്നും ചിരിക്കണില്ല. അല്ല, ഞാൻ ഇവിടെ വന്നിട്ടും ഞാൻ ഫസ്റ്റ് അമലായിട്ടാണ് കൂട്ടായത്, കണക്ട് ആയത്. അതെങ്ങനെ എവിടെയാ വീട്? അങ്ങനെ അങ്ങനെ ഇതായതാ. ഞാൻ കിരണ്ട കൂട്ടുകാരനാ. അപ്പൊ ഞാനും അങ്ങനെ. അപ്പോ ബാക്കിയുള്ളവരുടെ അടുത്ത് എങ്ങനെ മിണ്ടുക, എങ്ങനെയൊന്നും എല്ലാവരുമായിട്ടൊന്നും കണക്ട് ആവുക എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെ അങ്ങോട്ട് പോകെ എല്ലാ ഡേയ്സും അങ്ങനെ മാറി മാറി ഇങ്ങനെ പോകുമ്പോ എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് ഇവരെ പരിചയപ്പെട്ടു. അങ്ങനെ പിന്നെ ആദ്യം വന്നു പോലെ പ്ലാൻ ചെയ്തത്. പക്ഷെ എന്താ വെച്ചാൽ വന്നു പോകുന്നത് വലിയ കുഴപ്പമില്ല. പൈസ നോക്കുമ്പോൾ 0 പൈസ. അയ്യോ റേഡിയോ കേൾക്കും. ടിക്കറ്റ് നിൽക്കാണ്ട് വന്ന് അങ്ങനെ സിമ്പിളായിട്ട് പോയായിരുന്നു. പക്ഷെ വെച്ചാൽ രാവിലെ എനിക്ക് എന്നോട് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഇവിടേക്കാണ് ഓർത്ത് എണീക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം ഇത്ര കംഫർട്ടബിൾ ആയ സ്ഥലത്തേക്ക് വരുന്നത്. പണ്ട് സ്കൂളിലേക്ക് വരുന്ന പോലെയല്ല, രാവിലെ ഇവിടേക്കാണെന്ന് തന്നെ എണീറ്റ് വരുമ്പോൾ എണീക്കും. വേറെ എവിടേക്കാണ് എനിക്കില്ല, ഇവിടേക്കാണെങ്കിൽ എണീക്കുമോ നല്ല ബുക്ക് കിട്ടാനോ പോണോ ബുക്ക് കൊടുക്കാനോ പോണോ എന്നൊക്കെ ഓർക്കുമ്പോൾ വരും. ക്ലാസ് അങ്ങനെയൊക്കെ വന്ന് വരും. പക്ഷെ വൈകും. അച്ഛൻ ട്രെയിൻ ലേറ്റ് ആയാൽ കഴിയും. അങ്ങനെ തുടങ്ങി. പിന്നെ നമുക്ക് മടുത്തു തുടങ്ങി, പോക്ക് മടുത്തു തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ വീടെടുത്ത് നിൽക്കണം. ഇപ്പോൾ ക്ലാസ് പറയുകയാണെങ്കിൽ അടിപൊളി ക്ലാസ്. അച്ഛാ ഞങ്ങൾ പണ്ട് ഇവൻ ക്യാമറ എടുക്കായിരുന്നു, ഒന്നും അറിയില്ല. ഓൺ ഓഫ് തന്നെ അറിയാം, എന്നിട്ട് അങ്ങനെ വെറുതെ ക്യാമറ എടുക്കും. അതായത് നല്ല കാര്യമാണ്. ഇപ്പൊ പണ്ടേ ക്യാമറ എടുത്തു. എന്നെക്കാൾ കുറച്ചും കൂടുതൽ ഇവനായിരുന്നു ഇവിടേക്ക് ഫീൽഡിൽ എത്താൻ വേണ്ടി ഇവനെ കുറച്ചുകൂടെ ആഗ്രഹം. അപ്പൊ എനിക്ക് ഫോട്ടോ എടുക്കാൻ നല്ല ഇഷ്ടം. ഇവനതൊരു പാഷൻ ആക്കാൻ ആഗ്രഹം. എനിക്ക് നല്ലൊരു വർക്ക് ചെയ്യാൻ ഇഷ്ടം. പാഷനായിട്ടില്ല, അറിയാലോ, എനിക്ക് കുറച്ച് ഡയറക്ഷൻ ആയിട്ട് കുറച്ചുകൂടെ താല്പര്യം ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ഒരു ഫ്രെയിം പെട്ടെന്ന് ഫ്രെയിം പഠിക്കണം ഇങ്ങനെയുണ്ടെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇവൻ പണ്ട് തൊട്ടേ ഒരു നാസിഡോളുടെ വർക്ക് എടുത്തില്ലേ ഫോട്ടോയൊക്കെ ഉണ്ട്. ഇവനൊരു ടീം വർക്കിന് വിളിച്ചു. അച്ഛൻ പിന്നെ ഡോള് പൊട്ടില്ലേ, അവരുടെ ക്യാൻഡിൽ എടുക്കാൻ വേണ്ടി വിളിച്ചു. ആ ഫോട്ടോ ഇന്നാണ് ഞങ്ങളെടുത്ത് നോക്കി. എല്ലാ ഫോട്ടോ ഐഎസ്ഒ മാത്രം 2 ലക്ഷം ഗ്രേഡ്സ് ഒക്കെ കയറിയിട്ടുണ്ടല്ലോ. പക്ഷെ ആ ഫോട്ടോ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, അതൊക്കെ നമ്മൾ ഈ ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് നമുക്കറിയാം ഈ ഫോട്ടോയിൽ ഗ്രേഡ്സ് കയറിയിട്ടുണ്ട്. പക്ഷെ പുറത്തുനിന്ന് ആൾ കാണുമ്പോൾ ഓ വാ നല്ല ഫോട്ടോ അങ്ങനെ ഇവൻ കുറച്ചും കൂടി എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് പറയാം. പിന്നെ പണ്ടൊക്കെ ഇവനിങ്ങനെ വെറുതെ പോയി ക്യാമറ എടുക്കുക. ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന് എനിക്ക് ക്യാമറ വലിയ ഓർമ്മയില്ല. കനോൺ ആയിരുന്നില്ലേ, നിക്കോണായിരുന്നാ DSLR ക്യാമറ. അങ്ങനെ ഞങ്ങളിടയ്ക്ക് ഫോട്ടോഷൂട്ട് ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും പോവും, ഇവൻ എൻ്റെ ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. എനിക്കെപ്പോഴും ഒന്നും അറിയില്ല, ഞാനെപ്പോഴും ട്രൈ പോലും ചെയ്യുന്നില്ല. തരൂ ഞാൻ ഫോട്ടോ എടുത്ത ട്രൈ ചെയ്യുന്നില്ല. അങ്ങനെ അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനൊരു ക്യാമറ മരിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഇപ്പോൾ കിരൺ സാർ ക്യാമറ തരുമ്പോൾ ഇതിപ്പോൾ എന്താ ചെയ്യട്ടെ. നമ്മളൊക്കെ ഫസ്റ്റ് ഓരോ ചെറിയ പ്രൊജക്ട് ചെയ്യുമ്പോഴേ ഞാനെപ്പോഴും ഒന്ന് മാറി നിൽക്കും. ഞാൻ സൗണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ ഐസായിട്ട് മാറും. ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയാം, ഞാൻ ഐസായിട്ട് പിന്നോട്ട് നിൽക്കുള്ളൂ. അത് സൗണ്ടിലുണ്ടെങ്കിലും നൈസായിട്ട് ശ്രദ്ധിച്ചല്ലോ. ഞാനെപ്പോഴും ഒരു പൊടി മാറും. കിരൺ സാർ ചോദിച്ചാൽ നീ ഫോട്ടോ എടുത്തോ? എടുത്തു. അട്ടെ ഇതിന് ഫോട്ടോ കാണിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. പ്രൊജക്ടിന്റെ കാര്യമാണ് നമ്മൾ മറ്റേ അപ്രൈസർ ഒക്കെ ചെയ്യുമ്പോൾ. അങ്ങനെ ഒരു ദിവസം എന്നോട് കിരൺ സാർ എന്തോ ISO കൂട്ടാൻ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്നിരിക്കുക. കിരൺ സാർ പിടിച്ചു നല്ല ആട്ടം കിട്ടി. ഒരാട്ടം കേട്ടുള്ളൂ കിരൺ സാറിന്റെ ജീവിതത്തില്. ഞാനേ പെട്ടെന്ന് ക്യാമറ ISO കൂട്ടി ഞാൻ ഇപ്പൊ കുറച്ച് തിരിച്ചു നിന്നു. മറ്റേ വീടിനൊക്കെ തിരിച്ചു നിന്നിട്ട് നീ എന്താ ചെയ്യണേ? ഇത് ISOയാ. ഞാൻ ഇത്രയൊക്കെ പഠിപ്പിച്ചു തന്നിട്ട് ഞാൻ ഒന്നും പഠിച്ചില്ല എന്ന് ഓർത്തിട്ട്. പിന്നെ ഞാൻ അവിടെ തൊട്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു 4-5 ക്ലാസ് കഴിഞ്ഞു, ഞാൻ അധികം ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നിങ്ങളൊപ്പം നോക്കി തുടങ്ങി. വെച്ചാൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ കുറച്ച് നിങ്ങൾ ചെയ്ത് നോക്കിക്ക. അങ്ങനെ പഠിച്ച് ഞാൻ കുറച്ച് ഓട്ടം കൂടുതൽ ഓടിയിട്ട് നിങ്ങളുടെ അടുത്ത് എത്തി.
അങ്ങനെ പ്രൊജക്ട് കിട്ടി ലേറ്റ് ക്ലാസ് കയറി പക്ഷെ ചെക്കനെ ഫസ്റ്റ് പ്രോജക്റ്റ് 11 എന്തായാലും അവനാണ് 11 ചെയ്ത് പറയല്ലേ ഇത് പറയാൻ പാടില്ല ഇതൊരു പോഡ്കാസ്റ്റ് അല്ലേ. അങ്ങനെ ഞാൻ സത്യം പറയുമ്പോൾ ഇതൊക്കെ ഇത്ര ചിരിച്ചു കളിച്ചാൽ ലേറ്റ് ക്ലാസ് കയറുമ്പോൾ ഒരു വിറയ്ക്കുന്ന എല്ലാവരും മേടിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണു സാർ ആയതുകൊണ്ട്. അതോടത്തോളം എല്ലാവർക്കും ഉണ്ട്. അത് കിരൺ സാറിൻ്റെ കിട്ടി അപ്പുറത്ത് പോകുമ്പോൾ നല്ലൊരു പേടിപ്പിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പം അതൊക്കെ പേടിച്ച് ചെന്നു. ഫസ്റ്റ് തന്നെ പ്രൊഡക്ട്സിൻ്റെ പേരൊക്കെ നമ്മുടെ സാധനത്തിൻ്റെ എക്യുപ്മെൻസിൻ്റെ ഒക്കെ പേര് പഠിച്ചു. പേരൊക്കെ പഠിച്ച് നല്ല ടെൻഷനാണ് എനിക്ക്. വിഷ്ണുനാഥ ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് നല്ല ടെൻഷനായിരുന്നു. ഞാനത് എപ്പോഴും മാറും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഞാൻ ക്യാമറ തൊടലില്ലേ ഫസ്റ്റ്. ഞാൻ മറ്റേ ഒന്നിലേക്ക് പ്രൊഡക്റ്റ് തിരിക്കാനും ഗ്ലൗസ് നിൽക്കും. അല്ലല്ല ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് പ്രൊഡക്റ്റ് എടുക്കാൻ തുടങ്ങിയ സമയത്ത് അല്ല ഈ പുണ്യ സണ്ടയിലാണല്ലോ കിട്ടും. അല്ല ഡേറ്റിങ്ങിന് കയറിയപ്പോ വിഷ്ണു സാറിന്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. എനിക്ക് ഓർമ്മണ്ട അതാരായിരുന്നു അന്ന് ആർക്കുണ്ടായിരുന്നു. ഞാന് അയ്യോ അന്ന് കിട്ടാത്ത ചീത്തല്ല നീനൊക്കെ എന്തിനാണ്. അതാ സാറുണ്ടല്ലോ. അയ്യോ സാർ ഓർമ്മണ്ടോ നീ കിട്ടാത്ത. ഞാനത് ഓർക്കാൻ ആഗ്രഹിക്കാത്ത സാധനങ്ങളാ. അയ്യോ വിട്ടേക്ക്. ഭാഗ്യം അന്ന് എനിക്ക് ക്യാമറ കിട്ടിയില്ല. അത് ഞാൻ മെല്ലെ വലിഞ്ഞു വന്ന്. ഇല്ല ഞാൻ എല്ലാരെ കൊണ്ട് എടുപ്പിച്ചു. എല്ലാരും കൊണ്ട് എടുപ്പിച്ചു. ഞാൻ എടുത്തില്ല. ഞാൻ ഒന്നും എടുത്തില്ല. ഞാൻ എന്താ പറഞ്ഞറിയോ, തലൂസ് ഞാൻ സാറിനെ കുറച്ച് ഫോട്ടോ ഞാൻ ഒട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ലേറ്റ് സെറ്റ് ഫോട്ടോ തന്നെ ആണ്. ഞാൻ എന്തിനും ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്ത് കണ്ടിന്യൂ ചെയ്യട്ടെ. അങ്ങനെ ലേറ്റിംഗ് ക്ലാസ് ഏകദേശം പറഞ്ഞ് നല്ലോണം ഒബ്സർവ് ചെയ്ത് തന്നെ പഠിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ വീഡിയോ ക്ലാസ് മുന്നോട്ട് പോകുന്നു. പുഷപ്പ് ഒക്കെ എടുത്ത് ലേറ്റായി പുഷപ്പ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നു. ക്യാമറകൾ ഫോക്കസ് ചെയ്യൂ. നമ്മുടെ കൂട്ടത്തിലെ ഓന്താണ് ഒരു ഓന്ത്. നിറം മാറും. ഞാൻ ഗൾഫിക്ക് പോയിട്ടുണ്ട്. അതിന്റെ പറയാൻ വന്ന അവൻ UK പോയി, ഞാൻ ഗൾഫിൽ പോയി. നമ്മുടെ കൂട്ടത്തിൽ നീലക്കുയിൽ. നമ്മുടെ കൂട്ടത്തിലെ നീലക്കുയിൽ കയ്യിലൊരു ഫോണുണ്ട്. നമ്മൾ ഫോട്ടോ ഇടുമ്പോൾ എന്തുണ്ടെങ്കിലും പിടിക്കും. ഞാൻ ശരിക്കും ഇതല്ല പഠിച്ചത്. ഞാൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് പഠിച്ചേ. ഞാൻ ഡിഗ്രിയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ചെയ്ത് ഒരു 3-4 മാസം അബുദാബിയിലായിരുന്നു. മറ്റേ ഷട്ട് ഡൗൺ വർക്കിന് ഓയിൽ ആൻഡ് ഗ്യാസിന് വീട്ടിന് പോയിട്ടുണ്ടായിരുന്നു, അവിടെ സേഫ്റ്റി ഓഫീസറായിട്ട്. അപ്പം അത് കഴിഞ്ഞ് വന്ന് നാട്ടിലിരിക്കുന്ന സമയത്ത് ഒരു 3-4 മാസം ഇരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ പാപ്പൻ്റെ കടയിൽ ജോലിക്ക് പോയിരുന്നു. മറ്റേ സോളാറിൻ്റെ ഇന്ത്യൻ മാർട്ടിൻ്റെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഇരിക്കുമ്പോഴും ഇങ്ങനെ നോക്കും ഫോണിൽ അടുത്ത് എന്ത് പഠിക്കണം. വീട്ടുകാർ പറയണ്ട ഇടയ്ക്ക് എന്താ അടുത്തത്. അതിപ്പോഴും പറയും. അപ്പൊ വീട്ടുകാർ ഇങ്ങനെ വന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു മാമനോട്, അമ്മോടും മാമനോടും ഒക്കെ പറയാറുണ്ട്. അച്ഛനോട് പറയുന്നത് കുറവാ. എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാലോ ഇവിടെ കിട്ടും. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ റീൽസ് കണ്ട ടൈമിലാണ് മറ്റേ വിഷ്ണു സാറിന്റെ ഇത് കണ്ടത്, സോനയുടെ ഒക്കെ ഉള്ളത്. അപ്പൊ അത് കാണിച്ചു കൊടുത്ത അമ്മയ്ക്ക് അമ്മ പറഞ്ഞു എന്തിട്ടെങ്കിലും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അറിയാണ്ട് കൈ തട്ടി പോയതാ. കൈ തട്ടി പോയി. പിറ്റേ ദിവസം തന്നെ വിളിച്ചപ്പോൾ ചോദിച്ചു ഇങ്ങനെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വരുന്ന ചേരാൻ നാളെ വരുമെന്ന് ചോദിച്ചു. അന്ന് പിറ്റേ ദിവസം തന്നെ വന്ന് ഉച്ചയപ്പോ വന്നു. അന്ന് ഇവര് മറ്റേ വൈൽഡിന് പോയിരിക്കായിരുന്നു. അന്ന് മറ്റേ തൊപ്പിയുടെ ഷൂട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു. അപ്പൊ അങ്ങനെ അന്ന് വന്ന് ഷൂട്ടൊക്കെ കാണിച്ചു തന്നപ്പോ സ്റ്റുഡിയോ കാണിച്ചു തന്നെ അന്ന് ഫുള്ള് അലങ്കോയിട്ട്. അപ്പൊ പറഞ്ഞു ഇത് കണ്ടപ്പോ പറഞ്ഞു ഇത് കണ്ട് പേടിക്കണ്ട, ഇങ്ങനെയല്ല, ഇത് വേറൊരു മുഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വന്ന് കണ്ട് ഇവിടെ എത്തി.
ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ഇരിക്കുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു നമ്മളൊക്കെ എല്ലാവരും എത്തിയിട്ട്? കോപ്പണാന്നില്ല. ഞാൻ ആദ്യമായിട്ട് കമ്പനി ചെയ്ത് ആരോട് ആ മറ്റോൻ ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചത് ഇതിനാണോ? ഇറിനോടാ. ആംബ്രോയുടെ ഇപ്പൊ പറയാൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വരണേ ഇവിടെ ഒരു ഫോട്ടോ പറയാൻ്റെ. ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചു ഡെയിലി വന്ന് പോവാന്നോ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല ഞാൻ ചേട്ടപ്പയുടെ പള്ളി സ്റ്റേ ചെയ്യുന്ന വെച്ചു പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ ചോദിച്ചു എവിടെ നിൽക്കുന്നു ചോദിച്ചു. പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ ഡെയിലി പോയി വരാന്ന് പറഞ്ഞു. അവനും മറ്റേ ആംബ്രോവും പറഞ്ഞു ഒരാഴ്ച വന്ന് പോവാ എന്നിട്ട് റൂം നോക്കിയിട്ട് എടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞ റൂം എടുത്തിട്ടുണ്ട് പാരി. ഞാൻ ചോദിച്ചു ആരൊക്കെയാന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ ഡെറിക്ക് ഞാൻ ഡെറിക്ക് റൂം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞാൽ ചോദിച്ചു റൂം കഴിഞ്ഞിട്ട് മൂട്ടയെ നിറച്ചുകൂടാ. എന്ത് ഇവൻ ഒരു പാൻറ് ഒരു പൊക്കി കാണിച്ചെന്നു എനിക്ക് മൂട്ട അടിച്ചതൊക്കെ. എന്നിട്ട് എന്നോട് ചോദിച്ചു വരുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ രണ്ടുപേര് കമ്പനി ആയത്. പിന്നെ ഇവനായിട്ട് കമ്പനി ഡെറിക്കായിട്ട് കമ്പനി ആയി. പിന്നെ ഇവനായിട്ട് ഇപ്പൊ എല്ലാവരായിട്ട് കമ്പനി ആയി. അങ്ങനെ വന്ന് ഇതേ കുട്ടിക്ക് എല്ലായിട്ട് കമ്പനി ആയി.